48-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം സിയോനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. സിയോൻ്റെ പ്രത്യേകത, സിയോൻ ദൈവത്തിൻ്റെ നിവാസ സ്ഥലമാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ സിയോൻ എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നുവോ അതുപോലെ പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരത്തിന് പ്രാധാന്യമുണ്ട്, അല്ലേ? കാരണം പഴയ നിയമത്തിൽ സിയോൻ ആയിരുന്നു ദൈവത്തിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് എങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണ് സിയോനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ശ്രേഷ്ഠകരമാക്കി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ പിൽക്കാലത്ത് സിയോൻ അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലേ? സിയോനെന്നല്ല, സിയോനിലുണ്ടായിരുന്ന ദൈവം നഷ്ടപ്പെട്ടു. മൊത്തം നഷ്ടപ്പെട്ടു പോയ, നശിച്ചു പോയ ഒരു ഇസ്രായേലിനെയാണ് നമുക്ക് പിൽക്കാല ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. 48-ാം സങ്കീർത്തനം ഒന്ന് ഓടിച്ചൊന്ന് വായിക്കാമോ? മൊത്തം സംസാരിക്കാൻ സമയമില്ല, ഞാൻ സമയം എടുക്കുന്നില്ല. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വല്യവനും അത്യന്തം സ്തുത്യനും ആകുന്നു. പർവ്വതത്തിന്റെ പേര് തന്നെ വിശുദ്ധ പർവ്വതം, വേർപെട്ട പർവ്വതം. അവിടെ ദൈവത്തിന്റെ നാമം മാത്രമേ ഉയരുവാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ മറ്റൊരു നാമവും ഉയരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, അല്ലേ? അത് പറഞ്ഞ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അവൻ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ഇപ്പോഴത്തെ കഥ നിങ്ങൾ നോക്കിയാൽ സിയോൻ നശിച്ചു കിടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. സ്തോത്രം. അതിന് കുറേ കാലങ്ങളുടെ ചരിത്രമുണ്ട്. ചരിത്രം നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ അറിയാം. ഒരുപാട് വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. താഴോട്ട് വായിക്കാം. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായി സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയാണ്. ഉയരം കൊണ്ട് മനോഹരമാണ്. അത് ഈ ഇസ്രായേലിന്റെ കാര്യത്തിലാണ് പറയുന്നത്, അല്ലാതെ ലോകമൊട്ടുക്കും ഈ മല അത്ര ഉയരം പിടിച്ചതൊന്നുമല്ല. ഇസ്രായേലിൽ കുറേ മലകളുണ്ട്, അവകളിൽ ഉയരം കൊണ്ട് ഇച്ചിരി തലയെടുപ്പുള്ള പർവ്വതമാണ് സിയോൻ. അതുകൊണ്ട് തന്നെ ആ സിയോൻ പിടിച്ചെടുത്തതിന് ശേഷം അത് ദൈവത്തിൻ്റെ നഗരമാക്കി ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് ആ നിലയിലാണ് ദാവീദ് മുൻപിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സിയോൻ പർവ്വതം എന്ന് പറഞ്ഞ ആ പർവ്വതത്തിനൊരു ഒരു പ്രശസ്തി വരാൻ കാരണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സിയോനെക്കുറിച്ച് കാണുന്നു, അല്ലെ? സിയോൻ പർവ്വതത്തെക്കുറിച്ച് കാണുന്നു. ദെൻ എബ്രായ ലേഖനത്തിൽ സിയോൻ പർവ്വതത്തെക്കുറിച്ച് കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നഗരമായി പഴയ നിയമത്തിലുടനീളം വ്യാഖ്യാനിച്ചിരിക്കുന്നത് സിയോൻ പർവ്വതത്തെക്കുറിച്ചാണ്. TPM-കാർ ഏറ്റവും കൂടിയ സ്ഥലമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സിയോനാണ്. അതുകൊണ്ട് ഏറ്റവും കൂടിയ ആൾക്കാർ സിയോനിൽ പോകുമെന്നാണ് അവർ പറയുന്നത്. അതെല്ലാം നശിച്ചുപോയ കാര്യം അവർ അറിഞ്ഞില്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സിയോനാണ് ഏറ്റവും കൂടിയതായിട്ട് പഴയ നിയമത്തിലെ എവിടെയും നമ്മൾ കാണുന്നത്. സ്തോത്രം. അതാ ഇവിടെ പറയുന്നത്, ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവും ആകുന്നു, ആയിരുന്നു എന്ന് നമുക്കിപ്പോൾ പറയാം. അന്ന് കോരഹപുത്രന്മാരാകുന്നു എന്ന് പറയുന്നെങ്കിൽ നമുക്കിപ്പോൾ ആയിരുന്നു എന്ന് പറയാം. ആ വലിയ മലയുടെ പ്രൗഢിയും അവിടെ ഉണ്ടായിരുന്ന മനോഹാരിതയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ഗുണത്തിനും കൊള്ളാത്ത നമ്മളെ, 75-80 കിലോ ഉള്ള നമ്മുടെ ശരീരത്തെ കർത്താവ് തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെതാക്കുവാനും ഇതിൽ വസിക്കുവാനും ദൈവത്തിന് മനസ്സലിവ് തോന്നിയിരിക്കുകയാണ്. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന്റെ അരമനകൾക്കകത്ത് ദൈവം ഒരു ദുർഗമായി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരാശ്രയിക്കാനുള്ള ഇടമായി, ഏത് വിഷയത്തിനും ചെന്ന് കയറാനുള്ള ഇടമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. വൈകി ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി, അവർ അത് കണ്ട് അമ്പരന്നു, പരിഭ്രമിച്ചു. രാജാക്കന്മാരൊക്കെ കൂട്ടം കൂടി വന്ന് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ നോക്കി. സിയോനിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി കളി നടക്കുകയില്ല എന്ന് മനസ്സിലായി, അല്ലേ? ഒരുപാട് രാജാക്കന്മാർ വന്ന് ഇസ്രായേലിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തി. അവർ പരാജയപ്പെട്ടു പോയി എന്നാണ് കോരകപുത്രന്മാർ പാടുന്നത്. പക്ഷേ ഇവന്മാരുടെ പാട്ടിൻ്റെ കാലം കഴിയുമ്പോൾ തുടർച്ചയായി ഇസ്രായേലിന് പരാജയമായിരുന്നു. മനസ്സിലുണ്ടോ? അതുകൊണ്ട് ഈ പഴയ പാട്ട് നമ്മൾ വെച്ച് പാടുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു ചരിത്രം ഇസ്രായേലിന് ഉണ്ടായിരുന്നു എന്ന് പഠിക്കാൻ നല്ലതാണ്. ഇപ്പോൾ അവന്മാർ അവിടെ കിടന്ന് തെക്ക് വടക്ക് ഓടുന്നു എന്നും സിയോൻ പർവ്വതത്തിൽ യഹോവ വസിക്കുന്നില്ല എന്നും കർത്താവ് അവിടം വിട്ട് പോയി കളഞ്ഞു എന്നും, അല്ലേ? അവരുടെ ദുർഗം അവർക്ക് അറ്റുപോയിരിക്കുന്നു എന്നും നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതിനാണ്. കാരണം നമുക്കിന്നുണ്ടായിരുന്ന കൃപയുടെ കാലം അവർക്ക് ദീർഘനാളുകൾ ഉണ്ടായിരുന്നു, അല്ലേ? അവർക്ക് ദീർഘനാളുകൾ കർത്താവ് ഈ കൃപയുടെ യുഗം, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന യുഗം അവർക്ക് കൊടുത്തിരുന്നു. അന്ന് അവർ കാണിച്ച അഭ്യാസങ്ങളാണ് അവരെ ഈ പാകപ്പിഴയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാൽ കണ്ടു പഠിക്കാനുള്ളതാണ്. നമ്മൾ കണ്ടു പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പഴയ അപ്പച്ചന്മാർ പറയുന്ന പോലെ അറിയാത്ത പിള്ള
ചൊറിയുമ്പോൾ അറിയും അല്ലേ. പിന്നെ അറിഞ്ഞിട്ട് കാര്യമില്ല, അറിവും ഉണ്ടാവും, ചൊറിയുകയും ചെയ്യണം അല്ലേ. ബാക്കിയൊന്നും ഞാൻ തൽക്കാലം പറയാതെ അവിടെ നിർത്തുകയാണ്. താഴേക്ക് വരാം. അവർക്കവിടെ വിറയിൽ പിടിച്ചു. അവർക്ക് വിറയിൽ പിടിച്ചു. രാജാക്കന്മാർ വന്ന് നോക്കിയപ്പോൾ വിറയിൽ പിടിച്ചു. ഒരു മല കണ്ടിട്ട് അവർ വിറച്ചു പോയി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദൈവത്തിന്റെ സങ്കേതം. വായിക്കേ. നോവ് കിട്ടിയവൾക്ക് എന്ന പോലെ വേദന പിടിച്ചു. നോവ് കിട്ടിയവർക്ക് വേദന പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നോവ് പിടിച്ച കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കറിയാം അല്ലേ. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം നോവെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അല്ലേ. എങ്കിലും നമ്മൾ പോകുന്ന സൗകര്യമാരെ ധൈര്യപ്പെടുത്തി ഇവിടെ ഒന്നും പേടിക്കണ്ട. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്കിതിൻ്റെ വേദന അറിയില്ല, ഇതിൻ്റെ പ്രയാസം എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ധൈര്യം കൊടുക്കും. ഒന്നും പേടിക്കൊന്നും വേണ്ട, കർത്താവുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. അതിൻ്റെ വേദന ഭയങ്കര വേദന എന്നാണ് പറയുന്നത് അല്ലേ. ലോകത്തുള്ള ഏറ്റവും വലിയ വേദന എന്നാണ് പറയുന്നത്. പക്ഷേ അത് അനുഭവിക്കാൻ സ്ത്രീ തയ്യാറാകുമെന്നുള്ളതാണ് പ്രത്യേകത അല്ലേ. പുരുഷൻ്റെ ഗതിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. പുരുഷനാണ് ഈ വേദന കൊടുത്തിരുന്നെങ്കിൽ പ്രസവം ഇവിടെ എന്നേ അവസാനിച്ച് പോയേനെ. അതാണ് ഗൗരവമുള്ള കാര്യം. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മളെ പെയിൻ എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേലിൻ്റെ ചുറ്റും വന്ന ആൾക്കാർ പ്രസവ വേദന പിടിച്ച് ഓടും പോലെ ഓടിയെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് റിസ്കിലൂടെ അവർക്ക് പോകേണ്ടി വന്നു. സ്തോത്രം. കാരണം ദൈവം അത്രയ്ക്ക് ഉഷാറായിട്ട് ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്ന് ഇസ്രായേൽ പ്രസവ വേദന പിടിച്ച് ചേർന്ന് ഓടുകയാണ്. ചരിത്രത്തിൻ്റെ വ്യത്യാസം കണ്ടോ? അന്ന് ഇസ്രായേലിൻ്റെ മലയിൽ നിൽക്കുന്ന ദൈവത്തെ കണ്ടിട്ട് ചുറ്റുപാടും വന്ന സകല രാജാക്കന്മാരും പ്രസവ വേദന പിടിച്ചതുപോലെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേൽ അവന്മാരുടെ മുമ്പിൽ കിടന്ന് ഓടുകയാണ് അല്ലേ. കാലത്തിന്റെ വ്യത്യാസമാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, ഇനി കേട്ടോക്കെ വായിച്ചുവിടെ. ഈ കിഴക്കൻ കാറ്റുകൊണ്ട് തർസീസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്ക് സ്ഥിരമാക്കുന്നു. അതിനും വ്യത്യാസം വരുത്തി. ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു എന്നത് സ്ഥിരമാക്കിയില്ല എന്ന് വായിക്കേണ്ടി വരും. ദൈവം സ്ഥിരമാക്കാൻ തന്നെയാണ് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തത്. പക്ഷെ സ്ഥിരമാക്കിയില്ല. കാരണം കർത്താവിന് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം ജനമുണ്ടാക്കി. ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ നാമം പോലെ നിന്നെ സ്തുതിക്കുന്ന ആൾക്കാരും ഭൂമിയുടെ അറ്റം വരെ എത്തുകയാണ്. നിന്നെ സ്തുതിക്കുകയാണ് അവര് അല്ലേ. അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ പറയാം നിന്റെ ദയ അല്ലേ. 9-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേ? ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ഇവർക്ക് മറ്റൊരു അബദ്ധം, ഈ ദയ അങ്ങ് നീണ്ട് നീണ്ട് വലുതായി വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളോട് കർത്താവ് കരുണ കാണിച്ചു, അബ്രഹാമിനെ വീണ്ടെടുത്തു, ദെൻ ഇസഹാക്കിനെ വീണ്ടെടുത്തു, അടുത്ത യാക്കോബിനെ വീണ്ടെടുത്തു അല്ലേ. പിന്നെ കാണിച്ച വൃത്തികേടുകളൊക്കെ കർത്താവ് ക്ഷമിച്ചു, ദേശത്തെ തിരിച്ചു പിടിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ ഇവര് ഈ ദയയെക്കുറിച്ച് വർണ്ണിച്ച് ഇനി 4 കൂടി ആയാലും കുഴപ്പമില്ല, കർത്താവ് അങ്ങ് ദയയുടെ വലിപ്പം കൂട്ടിക്കോളുമെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. നമ്മളും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കർത്താവിൻ്റെ കൃപ ഇങ്ങനെ വലുതായിക്കോളും പാപം ചെയ്യുന്ന അനുസരിച്ച് എന്നാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഹൈപ്പർ ഗ്രേസ് എന്നൊക്കെയാണ് അതിന് പറയുക. ഏത് പാപം ചെയ്താലും കുഴപ്പമില്ല, പാപം ചെയ്തോളൂ, പേടിക്കണ്ട, കൃപയുടെ തൊട്ടിൽ വലുതായിക്കോളും എന്നാണ് ആൾക്കാർ പഠിപ്പിച്ചു വന്നത്. അതേ അബദ്ധം തന്നെയാണ് ഇസ്രായേലിലും പറ്റിയത്. ദയയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് കണ്ട കർത്താവ് വലിയ സംഭവം തന്നെ, ഇനിയും വലുതാക്കും കർത്താവിൻ്റെ കൃപ എന്നവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇസ്രായേലിന് കെണി പിണഞ്ഞു കണ്ടോ. ആ ദയയെക്കുറിച്ച് വർണ്ണിക്കുമെന്നവർ ധരിച്ചു. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവനവന്റെ രാജത്വം എന്നേക്കും സ്ഥിരമാക്കും അല്ലേ. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു, ദൈവം അതിനെ സദാകാലത്തേക്ക് സ്ഥിരമാക്കുന്നു. സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു എന്നവർ കരുതി അല്ലേ. നമുക്കും അങ്ങനെ ഒരു കൃപ പ്രതീക്ഷയുണ്ട്. അവിടെയാണ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്ന ചോദ്യം, അതുകൊണ്ട് നാം പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. കണ്ടോ, ഒരു നാളും അരുത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ പാപങ്ങളെയും എല്ലായ്പ്പോഴും ക്ഷമിച്ചു തരുന്നൊരു ദൈവമാണ്. ഏത് പാപത്തെയും ക്ഷമിച്ചു തരുന്ന ദൈവമാണ് എന്ന് പറയുമ്പോൾ അത് പിന്നെയും നമുക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക, പ്രേരണ നൽകുന്നതല്ല, നമ്മളെ ക്ഷമിച്ച് ശുദ്ധനാക്കുന്നത് കൊണ്ട് ദൈവത്തോട് സ്നേഹം വർദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. സ്തോത്രം. പക്ഷെ നിർഭാഗ്യവശാൽ, ദൗർഭാഗ്യവശാൽ നമുക്കിപ്പോൾ സംഭവിക്കുന്നത്
ദൈവത്തിന് ഇത്രയും കൃപ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ, എന്നാ പിന്നെ ആയിക്കോട്ടെ അല്ലേ എന്ന് വെക്കുന്നതാണ് നമ്മുടെ മനോഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താഴെ വായിച്ച് അവസാനിപ്പിക്കുക. 11 വരാം. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിന്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ, വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന്, നാട്ടുകാരോട് എന്ന് പറഞ്ഞാൽ വരുന്ന ജനറേഷനോട് പറയേണ്ടതിന്, അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ. കൊത്തളങ്ങളെയും അരമനകളെയൊക്കെ സൂക്ഷിച്ച് നോക്കാനാ പറഞ്ഞത്. എല്ലാം നോക്കി കാണാൻ. എന്തിനാ? വരുന്ന ജനറേഷനോട് പറയാൻ. പക്ഷെ ഇവരാരും അടുത്ത് വന്ന തലമുറയോട് പറഞ്ഞില്ലെന്നുള്ളതാണ് രസം അല്ലേ? അടുത്ത് വരുന്ന ജനറേഷൻ ഇതൊന്നും അറിയാൻ മേലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് അവർ ചെന്നുപെട്ടു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ന്യായാധിപന്മാരുടെ പുസ്തകം 2:10. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത ഒരു പുതിയ തലമുറ ഉണ്ടായി അല്ലേ? ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അറിയാത്തൊരു പുതിയ തലമുറ ഉണ്ടായി. കാരണം ആ തലമുറകൾ അവരോട് പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ കോരകപുത്രന്മാർ ഇവിടെ പാടുമ്പം പറയുകയാണ്, എല്ലായിടവും നന്നായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കുവിൻ, വരുവാനുള്ള തലമുറയോട് അറിയിക്കാനുള്ളതാണ്. ഇതൊക്കെ അവർ ചുണ്ടിൽ പറഞ്ഞതേ ഉള്ളൂ, കഥയിലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഈ പാട്ടുകളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇതിനേക്കാളും ഗംഭീര പാട്ടുകൾ നമ്മളിപ്പോൾ പാടുകയും ചെയ്യുന്നുണ്ട്. സ്വതന്ത്രം അതുകൊണ്ട് പാട്ടുകൾ നമ്മുടെ ചുണ്ടിലുണ്ടായിരുന്നാൽ പോരാ, അല്ലെ നമ്മൾ അതിൻ്റെ ശ്രുതിയൊക്കെ ചേർത്ത് അതിൻ്റെ പരുവമൊക്കെ നോക്കി പാടുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ താല്പര്യം കാണിച്ചാൽ പോരാ, അതിൻ്റെ അകത്തുള്ള ഉള്ളടക്കത്തിന് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇസ്രായേൽ മക്കൾ ഈ പാട്ടൊക്കെ നമ്മൾ പാടിയതിനേക്കാളും ഒരു പാട്ട് പാടി അല്ലേ? ഇഷ്ടംപോലെ പാട്ട് പാടി. നമ്മുടെ എല്ലൊക്കെ ഭയങ്കര ബഹളം നടക്കുകയാണ്. പഴയ പാട്ടാണ് നല്ലത്, പുതിയ പാട്ടാണ് നല്ലത് എന്നൊരു ബഹളമൊക്കെ നടക്കുകയാണ്. ഈ ഒരു പാട്ട് നമ്മളാണ് പാടുന്നെങ്കിൽ അത് പാട്ടിലും കാര്യമില്ല. പാടുന്നത് നമ്മളല്ലേ, പാടിയിട്ട് കാര്യം എന്തുവാ? ഈ പാട്ടുമായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. മുന്നേ പുതിയ പാട്ട് നമ്മൾ താല്പര്യം കൊടുക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ, പുതിയ പാട്ട് ഇതിൻ്റെ സാപ്പാസയൊക്കെ ശരിയായാലേ പറ്റുള്ളൂ. പഴയ പാട്ട് നമുക്ക് ഏത് സാക്കും പാടാം, ഏത് പാക്കും പാടാം. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ പാട്ട് കൊള്ളാം എന്ന് പറയാൻ. അല്ല, അതിൽ വേറെ കഥയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? എവിടെ കൂടെ കൊണ്ടുവന്ന് പാടിയാലും കൊണ്ടെത്തിക്കാം. മറ്റേ പുതിയതങ്ങനെയല്ല, ഒരു വരി ഒരു രാഗവും അടുത്തത് വേറെ രാഗവും ഒക്കെയാണ്. ഇതൊന്നും നമ്മളെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റൂല, വായിച്ചു പോലും തീർക്കാൻ പറ്റുന്ന കഥയാണ് സംഭവം. അതുകൊണ്ടാണ് നമുക്ക് പുതിയ പാട്ടെന്ന് പറയുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. പഴയ പാട്ടാകുമ്പോൾ എവിടെ കൂടെ പിടിച്ചാലും കവിതാ രൂപത്തിലായാലും കൊണ്ടെത്തിക്കാം. അല്ലാതെ ഇതിൻ്റെ അർത്ഥത്തിലോ ഇതിൻ്റെ ഡെപ്തിലോ വല്ല ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവരുണ്ടായിരിക്കും ചിലപ്പോൾ. എന്നാലും നമുക്ക് തിരിച്ചു വരാം. ബാക്കിയോട് വായിച്ച് അവസാനിപ്പിക്കാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. നമ്മുടെ ദൈവമാണ് കണ്ടോ? പക്ഷെ ഈ പറഞ്ഞ വാക്യമൊന്നും അവർക്ക് യാതൊരു ബന്ധം ഉണ്ടായില്ല. അതുകൊണ്ട് ദൈവം ഇറങ്ങിപ്പോയി. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം എന്ന് പാടിയതിന് ശേഷമാണ് കർത്താവ് ശലോമോനുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തത്, കവനന്റ് സൈൻ ചെയ്തത്, ഉടമ്പടി സൈൻ ചെയ്തത്. അപ്പോൾ ശലോമോൻ്റെ അടുത്ത് കർത്താവ് പറയാണ്, ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ഞാൻ പോകണമെങ്കിൽ പോവാം, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയാം എന്നും എന്നേക്കും ദൈവം. അതിനൊക്കെ കർത്താവ് തയ്യാറാണ്. കർത്താവിന് വേറെ വിഷമമൊന്നുമില്ല. പക്ഷേ 2 ദിനവൃത്താന്തം 7:1 മുതൽ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. നമ്മൾ ഏലിയാവ് പ്രാർത്ഥിച്ചാലേ തീ ഇറങ്ങത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ശലോമോൻ പ്രാർത്ഥിച്ചാലേ ഇറങ്ങും അല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടന്നാൽ നമ്മൾ ഏതുകൊണ്ട് ദൈവപുരുഷനായതുകൊണ്ട് എന്നൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇറങ്ങും. ദർശനം കാണുന്നത് നമ്മൾ ആത്മീയരായതുകൊണ്ടൊന്നുമല്ല. നെബൂഖദ്നേസർ കണ്ടമാനം ദർശനം കണ്ടു, ദാനിയേൽ കണ്ടിട്ട് അത്ര എത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. അവൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആലയത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞുകൊണ്ട് എന്താ പറ്റി? യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തേജസ് നിറഞ്ഞിരുന്നുകൊണ്ട് പുരോഹിതന്മാർക്ക് കടക്കാൻ കഴിഞ്ഞില്ലെന്നാ. ഇപ്പൊ തേജസ് മാത്രമല്ല,
കമ്മിറ്റിക്കാർ നിറഞ്ഞിരിക്കുന്നുണ്ടും പലർക്കും കയറാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ എൻ്റെ ഒരു ആൻറ്റി ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, ഞങ്ങൾ പോകുന്ന ചർച്ചിൽ പാസ്റ്റർ മാറ്റിയതിനോട് ബന്ധപ്പെട്ട് ഇച്ചിരി വഴക്ക് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നം തീരുന്നത് വരെ ഓൺലൈനിൽ, നമ്മുടെ ആരാധനയ്ക്ക് ഓൺലൈനിൽ ഇരിക്കാന്ന് പറയണം. എനിക്കാണ് ആൻറ്റി ഓൺലൈനിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം വിശ്വാസികൾക്കടക്കം ദൈവാലയത്തിൽ തേജസ് കാരണം കടക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ കടക്കാം അല്ലേ? അപ്പം പണ്ട് ഓൺലൈൻ്റെ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഓൺലൈൻ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കും കടക്കാം. വാസ്തവത്തിൽ ഇതെല്ലാം ഒരു അനുഗ്രഹം തന്നെ വേണം ചിന്തിക്കാൻ അല്ലേ? ഇപ്പം ഇവിടുത്തെ ഓൺലൈനിൽ കിട്ടിയില്ലെങ്കിൽ അമേരിക്കയിൽ വരെ നമുക്ക് ഓൺലൈനിലിരിക്കാം അല്ലേ? ഇപ്പോഴും നമുക്ക് കയറാൻ പറ്റില്ല, കല്യാണത്തിന് വല്ലതും പോകണമെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വിദേശ രാജ്യങ്ങളിലത് ഓൺലൈനിൽ നമുക്ക് കയറി ഇരുന്ന് ആരാധിക്കാം. യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് വരും, അതിൽ കയറിയിരിക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് നമുക്ക് സംഭവം സെറ്റിൽ ചെയ്ത് പോവാം. കർത്താവ് അത് അഡ്ജസ്റ്റ് ചെയ്ത് ടിക്കറ്റ് പൊക്കോളും. എന്തെല്ലാം സൗകര്യങ്ങൾ അല്ലേ? പണ്ടത്തെ ജനത്തിന് ഇങ്ങനെയൊന്നും സൗകര്യം ഇല്ലായിരുന്നു. എന്നാലും അവർ ഉള്ളത് വെച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? കണ്ടോ, ഒരുപാട് ചർച്ചയിൽ ഇപ്പോൾ ഈ പ്രശ്നമുണ്ട് കേട്ടോ. ആലയത്തിൽ കടക്കാൻ പറ്റാത്ത വിധം, ചിലടത്ത് ഉപദേശിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ചിലടത്ത് ഉപദേശി കാരണം വിശ്വാസിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കർത്താവ് പണ്ട് വാതിൽക്കൽ നിന്ന് മുട്ടുന്നുണ്ടായിരുന്നു, കർത്താവ് മുട്ടൊക്കെ മതിയാക്കി പോയി. കാരണം ചുമ്മാ ഇവിടെ കയറുന്ന അടികൊള്ളുന്നതിനേക്കാൾ മാറുന്നതാണ് മൂപ്പർക്ക് നല്ലത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ നടുക്കൂടി വേണം നമുക്ക് പോവാൻ. നമ്മൾ അടിയും ബോളൊന്നും ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അത് ശരിയാകും നമുക്ക് ഇങ്ങനെ നോക്കാം, ഓരോ പിരിയായിട്ട് ടൈറ്റാക്കി നോക്കാം അല്ലേ? അത് ഭയങ്കര പണിയാണത്. വിചാരിക്കുമ്പോൾ അതും കളി നടക്കുകയല്ല അല്ലേ? അപ്പോൾ എനിക്ക് ഇന്ന് മനസ്സിലായി, ഈ സംഭവങ്ങളൊക്കെ ഇല്ലാതെ നമുക്കൊന്ന് നോക്കാം ആരാധിച്ച്. നല്ല ഉഷാറായിട്ട് കൈയടിച്ച് പാടി നോക്കാം. ഇങ്ങനെയുണ്ട് നോക്കണമല്ലോ നമുക്ക് അല്ലേ? സ്തോത്രം. ഇത് വെച്ച് പാടിയിട്ടല്ലല്ലോ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകിയത്. പക്ഷെ അവർ രണ്ടുപേരാണെങ്കിൽ അവർ ഒന്നിച്ച് പാടി ആർത്തു ദൈവത്തിന് മഹത്വം കരയറ്റി എന്നാണ് പറയുന്നത്. 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സൂത്രം കയ്യിലില്ലായിരുന്നു. അത് ഒരു കണക്കിന് ഭാഗ്യമാണ്. കൈ ചങ്ങലയിൽ കാലാമത്തില്ല. അപ്പം കുലുക്കുമ്പോൾ ചങ്ങലയുടെ കിലുക്കം മാത്രമേ കേൾക്കൂ അല്ലേ? പക്ഷെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകി. നമ്മളിന്ന് എല്ലാ സൂത്രങ്ങളും വച്ച് അടിച്ച് പാടിയിട്ടും നമ്മളെ എല്ലിൻ്റെ ജോയിൻ്റ് ഇളകുന്നതല്ലാതെ അല്ലേ? അടിച്ചടിച്ച് 2 പോയവും പോകുന്ന പിന്നെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക. യേശുപ്പാ അല്ലേ? കൊട്ടച്ചുക്കാൽ തൈലം കിട്ടിയെങ്കിൽ തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വതന്ത്രം. കാരണം നമ്മൾ ആ പരുവത്തിനെ അടി വയ്യാതെ അടിക്കുന്നതാണ്. മറ്റേതകത്ത് ആനന്ദം വന്നിട്ട് അടിക്കുന്ന അടിയാണ്, ഇത് വരാൻ വേണ്ടി അടിക്കുന്ന അടിയാണ്. ഇത് രണ്ടും വ്യത്യാസമാണ്. സ്വതന്ത്രം. നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? യഹോവയുടെ തേജസ് കാരണം ആലയത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു. അവര് സാഷ്ടാംഗം വീണു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നുണ്ടപ്പോ അവര് സാഷ്ടാംഗം വീണു. യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. അല്ലേ? അതിന്റെ ഭാഗങ്ങളൊക്കെ വിഷ്ണു നന്നായി സംസാരിച്ചു. അവന്റെ തേജസ് കണ്ടപ്പോൾ ജനം ഒരുമിച്ച് വീണ് അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് നമസ്കരിച്ചു. ഈ മഹത്വം നാട്ടുകാരെടുത്ത് മുമ്പില് നേരത്തെ പ്രാവശ്യം ദാവീദിന്റെ കാലത്ത് ഈ തേജസ് കണ്ടിട്ടാണ് കോരഹപുത്രന്മാർ പറഞ്ഞത്, അയ്യോ ഈ കാര്യത്തെക്കുറിച്ച് നാട്ടിൽ എല്ലായിടത്തും പറയണം. അത് സിയോനിലായിരുന്നു. അവിടെ നിന്ന് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ശലോമോന്റെ ദൈവാലയത്തിനകത്ത തേജസ് ഇറങ്ങുന്നതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഓക്കെ, ഇനി വായിക്കേ. പിന്നെ രാജാവും സർവ്വജനവും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ രാജാവ് 22,000 കാളയെയും 22,000 കാള കണ്ടിട്ടുണ്ടോ? നമ്മള് ആയുസ് കണ്ടിട്ടുണ്ടോ? 22,000 കാള. 1,20,000 ആട് യാഗം കഴിച്ചത്. നമ്മളുടെ അടുത്ത് ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞെങ്കിൽ 10,000-30,000 രൂപ ആവും തോന്നി. ഇപ്പം നല്ല ആടിന് നമ്മളെ ഊപ്പാട് വന്നേനെ അല്ലേ? കർത്താവ് നമ്മുടെ കരച്ചിൽ കണ്ട് ഊപ്പാട് വരേണ്ടി വന്നേനെ അല്ലേ? സമർത്ഥമായ ആടിൻ്റെ രക്തമാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ അവർ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടും
അവർക്ക് പരുവക്കേട് സംഭവിച്ചു. നമുക്ക് ഒരാടിൻ്റെ രക്തം പോലും കർത്താവ് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കില്ല. നമ്മുടെ അനുസരണത്തോടെ ജീവിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. നമുക്കതാണ് ഇഷ്ടമില്ലാത്തത്. സ്തോത്രം. കേട്ടോളൂ, വായിക്കേ. ഇങ്ങനെ രാജാവും സർവ്വജനവും ദേവാലയത്തെ പ്രതിഷ്ഠിച്ചു. പുരോഹിതന്മാർ തങ്ങളുടെ ഉദ്യോഗം അനുസരിച്ചും ലേവ്യർ അവന്റെ ദയ എന്നേക്കുമുള്ള അവർക്ക് അവരുടെ ആ കണ്ടീഷൻ അനുസരിച്ചുള്ള ബാക്കി പ്രാർത്ഥനകളൊക്കെ കുറിച്ച് പറയാണ്. അതെല്ലാം നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്യാണ്. 12-ാം വാക്യത്തിലേക്ക് വരാം. അതിനുശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അപ്പോൾ യാഗവും പരിപാടിയൊക്കെ കഴിഞ്ഞു. രാത്രിയിൽ കർത്താവ് ശലോമോനെ കാണാൻ വേണ്ടി വരികയാണ്. മറ്റേ മുദ്രപത്രമായിട്ട് വരികയാണ്. എന്തിനാണ്? ഒപ്പിടാൻ വേണ്ടി, അല്ലേ? ശലോമോൻ ദൈവത്തിൻ്റെ ഒരു ആലയം പണിത് കൊടുത്തു. അപ്പോൾ ഇനി ആലയം കർത്താവിന് എടുക്കണമല്ലോ. അപ്പോൾ കർത്താവ് ആലയമൊക്കെ ഒന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇനി കർത്താവിൻ്റെ പരിപാടി ആലയം ഒപ്പിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ മുദ്രപത്രവുമായി ശലോമോൻ്റെ വീട്ടിലെത്തി. വായിക്കാം. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുകിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. വളരെ ഡീസന്റ് ആയിട്ടാണ് കർത്താവ് പറഞ്ഞത്. പിന്നെ ചെറിയ പ്രശ്നം, നിങ്ങൾ ഈ ആലയം പണിതത് എനിക്കിവിടെ ഇരിക്കാൻ വേണ്ടിയാണ്. കാര്യം ഓക്കെ, ഞാനിത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വാക്ക് വളരെ പ്രധാനമാണ്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി കണ്ടീഷൻ, മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശം അടയ്ക്കുകയോ. അപ്പോൾ ആരാണ് അടയ്ക്കുന്നത്? മേളിലെന്നാണ് അടയ്ക്കുന്നത്. അതിൻ്റെ ആഫീസെല്ലാം മേളിലാണ്. അപ്പം മഴ പെയ്യാതിരിക്കാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, 3 കാര്യം ചിലപ്പോൾ കർത്താവ് ചെയ്യും. ആദ്യത്തെ റൗണ്ട് മഴ മുടക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുഴൽ കിണറെടുക്കും. എന്നിട്ട് നീളത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങിച്ച് താഴെ കുഴിച്ചിടും. എന്നിട്ട് പമ്പ് ചെയ്യും. അല്ലാതെ അല്ലേ? നമുക്കല്ലേ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്, വെള്ളം കുടിക്കാനുള്ള ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ദൈവം പറയാം, ഞാൻ മഴ പെയ്യാതെ വേണം ആദ്യത്തെ റൗണ്ട് ആകാശം അടയ്ക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ അടുത്ത് വരണം. വന്നില്ലെങ്കിൽ ഞാൻ ഉച്ചിതിയും കൂടി കടുപ്പിക്കും. നിങ്ങളുടെ കൃഷിയൊക്കെ തിന്ന് നശിപ്പിക്കാൻ വേണ്ടി വെട്ടുകിളിയെ പറഞ്ഞു വിടും. വെട്ടുകിളി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ വന്ന അതേ വെട്ടുകിളി തന്നെ വരണമെന്നൊന്നുമില്ല. കാരണം നമുക്കിപ്പോൾ കൃഷിയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇച്ചിരി കൃഷി ചെയ്ത് ബാങ്കിലിട്ടിരിക്കുന്നതാണ്. അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി വേറെ സൈസ് വെട്ടുകിളിയാണ് കർത്താവ് വിടുന്നത്. അല്ല, വെണ്ടയ്ക്ക തിന്നുന്ന വീട്ടിൽ വന്നാൽ നമ്മളെന്ത് ചെയ്യാം? നമ്മൾ കൊന്നുകളഞ്ഞ വെണ്ടയ്ക്ക വയ്ക്കില്ലല്ലോ, അല്ലേ? ചീര നമ്മൾ നട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് കർത്താവ് ചീരക്കെതിരായിട്ടുള്ള ഏത് വിട്ടാലും ആ ആയുധം നമുക്ക് ഫലിക്കുകയല്ല, അല്ലേ? ബാങ്കിൽ ഇച്ചിരി പൈസ കിടപ്പുണ്ട്, അവിടെ വല്ലതും കയറി അടിച്ചാൽ, വല്ല വെട്ടുകിളിയും പച്ചപ്പുഴും കയറി അവിടെ പിടിച്ചാൽ, സ്വതന്ത്രം. കർത്താവ് വെട്ടുകിളി കഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പണ്ടത്തെ രീതിയിലുള്ള പുഴുവും വിട്ടിലും വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ പറഞ്ഞ പോലെയൊക്കെ സാധനങ്ങൾ വരും. മനപ്രയാസത്തിലൊന്നും ഇരുന്ന് അറ്റാക്ക് അടിക്കരുത്. ഇത് കേക്ക്. അടുത്ത് പറയുക, 3-ാമത്തെ ലൈനിൽ ഞാൻ മഹാമാരി അയക്കും എന്ന് പറഞ്ഞാൽ മാറാത്ത അസുഖമായിരിക്കും. മാറാത്ത അസുഖം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള ഡയബറ്റിക് അടക്കം മാറാത്തത് തന്നെയാണ്, മഹാമാരി തന്നെയാണ്, അല്ലേ? എനിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. 4 പേർക്കില്ല, അതിന് പകരം വേറെ എന്തെങ്കിലും കാണും, അല്ലേ? നമ്മളിത് വയസ്സായതുകൊണ്ട് പറ്റിയ രോഗമാണെന്നും വെച്ച് മിണ്ടാതിരിക്കുകയാണ്. കൊന്നുകളഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല? താഴെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാനും ചെയ്യില്ല, എൻ്റെ വിശ്വാസികളായ നിങ്ങളും ചെയ്യില്ല. എന്താണ്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. ഇനി എന്ത് താഴ്ത്താൻ? പൊടിയോളം താഴ്ത്തി. എവിടെ? ചുമ്മാ. ഈ വാക്യം പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്താൽ ഒരു ഗുളിക കഴിക്കണ്ട. പക്ഷേ നമ്മൾ ഗുളിക കഴിച്ച് ഊപ്പാട് വരും. ഈ വാക്യം പറയുന്ന ഒരു സാധനവും നമ്മൾ ചെയ്യുകയില്ല. കാര്യം ചെയ്താൽ നമ്മളല്ലാതായി. ഞാൻ എന്നെ കൂടി പ്രതികൂട്ടി നിർത്തിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കരുത്. കേൾക്കുന്നു, ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് എനിക്ക് ആ നിയോഗം കിട്ടിയത്. ഞാൻ അതോടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാനും കൂടെ കൂട്ടിനകത്തായി പോയത്. നേരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെളിയിൽ നിൽക്കത്തേക്ക് ഒരു സജ്ജീകരണം ഞാൻ ചെയ്ത് വന്നേനെ. അതെ, ഇതിപ്പോൾ ഇതിൻ്റെ വന്ന് പെട്ടുപോയതാണ്. പ്രൈസ് ദി ലോർഡ്.
മഴ പെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ ഭൗതിക മഴയും ഒരു ആത്മമണ്ഡലത്തിലെ മഴയും പ്രതീക്ഷിക്കൂ. ഇന്നിപ്പോൾ മഴ ഇല്ലല്ലോ നമുക്ക്. ദെൻ വെട്ടുക്കിളിയുടെ ബാധ നമുക്കുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. ആത്മീക മേഖലയിലും നല്ല നിലയിൽ നമുക്ക് വെട്ടുക്കിളിയുടെ ബാധയുണ്ട്. ദെൻ മഹാമാരി, ഇത് എല്ലാ മേഖലയിലും നമുക്ക് സംഭവിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കർത്താവ് എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന ഇതാണ്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം നമ്പർ 1 തങ്ങളെ തന്നെ താഴ്ത്തണം. ഇത് കർത്താവ് നമ്മളെ ഇടിച്ച് കുനിച്ച് തോളിൽ ലോഡ് വെച്ചിട്ട് പോലും നമ്മൾ കുനിയുന്നില്ല അല്ലേ? നമ്മളെ ഇടിച്ച് കുനിച്ച് നമ്മുടെ തോളിൽ വലിയ ലോഡ് വെച്ചിട്ട് പോലും വി ആർ നോട്ട് വില്ലിങ്, നമ്മൾ കുനിയാൻ തയ്യാറല്ല. സ്തോത്രം. അടുത്ത് പറയുകയാണ്, എൻ്റെ മുഖം അന്വേഷിക്കണം. നമ്മൾ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കില്ല, നമ്മൾ വേറെ എന്തെങ്കിലും ഉടായ്പ ഉണ്ടോ എന്ന് നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, മഴ പെയ്തില്ല, വേറെ എന്ത് നമുക്ക് ചെയ്താൽ വെള്ളം കിട്ടും? വെട്ടുക്കിളിയാണ്. ഏത് മരുന്നടിച്ചാൽ വെട്ടുക്കിളി മാറ്റാം? മഹാമാരി, മാസ്ക് വെച്ചാൽ രക്ഷപ്പെടുമെങ്കിൽ മാസ്ക് വയ്ക്കാം, എന്ത് വെച്ച് രക്ഷപ്പെടാം. ഇവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, താഴ്ത്താനോ മുഖം അന്വേഷിക്കാനോ തയ്യാർ. നമ്മൾ സയന്റിഫിക് മെത്തേഡിലേക്ക് പോവാണ് അല്ലേ? വലിയൊരു ബാധ ഇവിടെ വന്നു, കൊറോണ. അന്ന് ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ അതിനെതിരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചു, എല്ലാവർക്കും കുത്തിവെച്ച് തന്നു. ഇപ്പൊ പറയുന്നു അതടിച്ച് എല്ലാവരും ചത്തുപോകുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഇപ്പം നമുക്കൊക്കെ ഏറെക്കുറെ ഉറപ്പായി കയ്യിൽ നിന്ന് പോയി. ഏതായാലും അവർ തരുന്നതല്ലേ നമുക്ക് അറിയത്തുള്ളൂ അല്ലേ? അവർ തരുന്നത് നമ്മൾ തിന്നുന്നു, പ്രത്യാശയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതിനകത്തുള്ള നിയമവശമാണ് ഞാൻ പറഞ്ഞത്. മറ്റു വശം എനിക്കറിയില്ല, മെഡിക്കൽ വശമൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് നിയമവശമാണ്. കൊറോണയുടെ വാക്സിൻ എടുത്താൽ 666 ഒരുത്തം പറഞ്ഞാൽ പറ്റില്ല, അത് തെറ്റാണ്. ആ വശമാണ് ഞാൻ, അത് ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ്, അതിൽ മാറത്തൊന്നുമില്ല. ഗവൺമെൻറ് കൊണ്ടുവന്നതുകൊണ്ട് നമ്മളത് എടുത്താൽ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ്, അത് സമ്മതിക്കാൻ പറ്റില്ല. അതിൻ്റെ മെഡിക്കൽ സൈഡ് എനിക്കറിയില്ല. സ്വതന്ത്രം അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത് പറയുന്നുണ്ടോ, കർത്താവിൻ്റെ മുഖം അന്വേഷിച്ചാലും പോലെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ദുർമാർഗങ്ങളെ വിട്ടുപിരിയണം. ഇതൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. ഇതൊക്കെ വിട്ടുപിരിഞ്ഞാൽ പിന്നെ നമ്മളെന്ന് പറയുന്നത് ജീവിച്ചിരുന്ന കാര്യമില്ല ഇല്ലേ? നമ്മുടെ ദുർമാർഗമൊക്കെ പോയാൽ പിന്നെ നമ്മൾ എന്തിനുള്ള പൂട പോയ കോഴിയെ പോലെ, അതിൻ്റെ ആ പൂടയിലല്ലേ അതിൻ്റെ ആ എടുപ്പെന്ന് പറയുന്നത്, അത് പോയാലുള്ള ഗതിയാണ്. അതുപോലെ നമ്മളെ അറിയപ്പെടുന്നത് നമ്മുടെ ദുർമാർഗത്തിലാണ്. നമ്മുടെ ദുർമാർഗം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെങ്കിലും കൊള്ളാവോ? ആ ദേഷ്യം, അത് കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് വന്നിറങ്ങിയാലല്ലേ ആ ഒരു ഇതുള്ളൂ. അല്ലെങ്കിൽ ശശികളിൽ എന്തിനുള്ള? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? എല്ലാവർക്കും മനസ്സിലാവുന്നതിൻ്റെ ഇരിപ്പാണ്. മിണ്ടാതിരിക്കും, കയ്യടിയില്ല, ബഹളമില്ല, ഓളമില്ല, ഒന്നുമില്ല. ലിക്വിഡ് ഫയർ ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കയ്യൊക്കെ അടിച്ച് ഇറങ്ങട്ടെ, എല്ലാം കത്തട്ടെ. ചുമ്മാ ആൾക്കാരൊന്ന് തുള്ളുന്നു, ചാടുന്നു, വെള്ളം വെക്കുന്നു, ബാക്കി അറിയാതെയാണ് ഈ കിടന്ന് തുള്ളുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സിമ്പിളായിട്ടാണ് സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ കിടന്ന് ഒരുപാട് ഓളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ. മഴ പെയ്യാതെ വണ്ണം ഞാൻ അടച്ചാൽ ആ വാക്കിനകത്തുള്ള വളരെ കൃത്യമായിട്ട് അർത്ഥം, ഞാൻ അടയ്ക്കുന്ന ഞാനാണ്, നിങ്ങൾ വേറെ ഒരിടത്തും പോണ്ട, ഞാൻ അടയ്ക്കും അല്ലേ? ദേശത്തെ നശിപ്പിക്കേണ്ടതിനെ വെട്ടുകിളി ഞാൻ പറഞ്ഞു വിടും. ദെൻ മഹാമാരി ഞാൻ അയക്കും. ഇത് ചെയ്താൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, വേറെ എങ്ങോട്ടും തിരിയണ്ട. ഫസ്റ്റ് പരിപാടി നിങ്ങളെ തന്നെ താഴ്ത്തുക. താഴ്ത്തിയില്ലെങ്കിൽ സംഭവം കാണാൻ നോക്കില്ല. നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് കൂടെ പോകും. നിങ്ങൾ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് കൂടെ പോയാൽ ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് അറിയാൻ നോക്കില്ല. ഷീറ്റിൻ്റെ മേളിൽ കൂടെ പോകാനൊക്കെ ഉള്ളൂ. ഇതിനകത്തൂടെ പോകണം. നിങ്ങളെ തന്നെ താഴ്ത്തിയിട്ട് എൻ്റെ മുഖം അന്വേഷിച്ച് കയ്യിലിരിപ്പ് വിട്ട് തിരിയുമെങ്കിൽ ഞാൻ പ്രാർത്ഥന കേട്ട് പ്രശ്നം ഞാൻ പരിഹരിക്കും. പക്ഷെ പറഞ്ഞ 3 കാര്യം നമ്മൾ ചെയ്യൂല. ചെയ്യും പോലെ അഭിനയിക്കും. അതിനേക്കാളും ഉടായ്പാണ്. നമ്മൾ ചെയ്യും പോലെ, നമ്മൾ താഴ്ത്തിയതുപോലെ നിൽക്കും. നമ്മളെ കണ്ടാൽ ഒട്ടകപ്പക്ഷി തല താഴ്ത്തി വെച്ചിരിക്കും പോലെയാണ്. മണ്ണിൻ്റെ അടിയിൽ ഇനിയും താഴ്ത്തണമെന്നാണ് ചോദിക്കുന്നത്. ഒട്ടകപ്പക്ഷി തല മണ്ണിനകത്ത് താഴ്ത്തി വെച്ചിട്ട് ഇനിയും ഞാൻ താഴാനുണ്ടോ? ബാക്കി മൊത്തം വെളിയിൽ കിടക്കുകയാണ്.
തല മാത്രം മണ്ണിൻ്റെ അടി താഴ്ത്തിയിട്ട് മൊത്തം താന്നിട്ടുണ്ട് ഞാൻ. ആ ഒട്ടകപ്പക്ഷി നിങ്ങൾ നോക്കിയേ, തല മാത്രം മണ്ണിനകത്ത് വെച്ചിട്ട് ഒട്ടകപ്പക്ഷി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അതുപോലെയാണ് നമ്മളിൽ പലരും. സ്തോത്രം. ഇത് മാറണം. കർത്താവ് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇനിയും താഴ്ത്താനുണ്ടോ കർത്താവേ? ഇനി താഴായില്ല, മാക്സിമം താഴ്ന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും വേണ്ട, ഇരുന്നാൽ മതി, ബാക്കി നമുക്ക് പറഞ്ഞു തീർക്കാം. ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തും. അടുത്ത് പറയുന്നുണ്ടോ, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിക്കുകയും ചെയ്യും. അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാത്തെന്താ? ഈ സംഭവം ചെയ്യാതെ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കില്ല. കർത്താവ് കേൾക്കാത്തതുകൊണ്ട് പൊട്ടനൊന്നും അല്ല. കർത്താവ് നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പറയും, കർത്താവ് ഇരിക്കുകയാണ്. ചൂട് ചായയൊക്കെ കൊണ്ടുവച്ച് തരും, കുടിച്ചോണ്ടിരുന്ന് പ്രാർത്ഥിക്കുക. 2 ബിസ്ക്കറ്റും കൊണ്ടുവച്ച് തരും, പ്രാർത്ഥിക്കുക. ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കത്തില്ല. കാരണം കാര്യരിപ്പം അങ്ങനെയാണ്. സ്തോത്രം. ഒന്നും പറയണ്ട, താഴോട്ട് വായിച്ചു വിട്ടവര് കേട്ട് പോട്ടെ. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടത്. വരി വേണേ അടി വരയിട്ടോണം. എന്നേക്കും ഇരിക്കേണ്ടതിന്, എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന്. എന്നേക്കും ആ പദത്തിനാണ് ഇവിടെ വന്നത്. ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. ഇത് രണ്ടും കുരുക്കായി. 2 കാര്യം കർത്താവ് പറഞ്ഞ, ഞാൻ ഇതിനെ എന്നേക്കും ഞാൻ ഇരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. 5 കൊല്ലത്തേക്ക് ഇരിക്കാനല്ല, എന്നേക്കും. എൻ്റെ ദൃഷ്ടിയും ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ കാണും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം അനുസരിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും നോക്കും അല്ലേ? കടയിൽ നിൽക്കുമ്പോഴും നോക്കും അല്ലേ? എവിടെയൊക്കെ നോക്കും? ത്രാസ് പൊങ്ങി നിൽക്കുന്നോ താന്ന് നിൽക്കുന്നോ എന്ന് കർത്താവ് നോക്കും അല്ലേ? പറ്റ് ബുക്കിനകത്തും നോക്കും, മേശയുടെ ഡ്രോയറിലും നോക്കും, വില വിവര പട്ടികയിലും ചുമ്മാ നോക്കും കർത്താവ്. ഇങ്ങനെ എല്ലായിടത്തും നോക്കും. കമ്പി കെട്ടുമ്പോൾ എല്ലാ കമ്പിയിലും കെട്ട് വിടുന്നുണ്ടോ, ചുറ്റി വിടുന്നതേ ഉള്ളൂ, ഇതെല്ലാം കർത്താവ് നോക്കും അല്ലേ? ഉടായ്പ 4 കെട്ട് അവിടെ കെട്ടി ചൂടായതുകൊണ്ട് ഓടിക്കളയാണോ, ഇതെല്ലാം കർത്താവ് നോക്കും. പിള്ളേർക്ക് കൊടുക്കാനുള്ള ഉപ്പുമാവ് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടോ അല്ലേ? ഇതെല്ലാം കർത്താവ് ഇങ്ങനെ നോക്കും. അതാ പറഞ്ഞ, എപ്പോഴും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ദുരന്തം. പ്രൈസ് ദി ലോർഡ്. പാലിൽ വെള്ളം ചേർക്കുമെന്ന് നോക്കും. ചിലർ പാലിൽ വെള്ളം ചേർക്കുകയല്ല, കുപ്പി കഴുകിയെടുക്കുമ്പോൾ ഇച്ചിരി വെള്ളം അതിന് വച്ചേക്കും. നമ്മൾ ചേർത്തെന്ന് പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒരു വിഷമത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെ ദൂരെ കൂടെ പറഞ്ഞു വന്നപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തോന്നുന്നതാണ്. ഞാനെന്ത് ചെയ്യാൻ അല്ലേ? സ്തോത്രം. ദൈവമക്കളെ, എല്ലായ്പ്പോഴും കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിച്ചിരിക്കും. സ്തോത്രം. അടുത്ത കേക്ക്. നീയോ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ എന്റെ മുമ്പാകെ നടക്കുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്യുകയും. കണ്ടോ ആ വാക്ക്? കണ്ടോ? ഒക്കെയും. വാക്കുകൾ പോകുന്നുണ്ടോ? ഒക്കെയും ചെയ്യുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുകയും ചെയ്താൽ അതാണ് ഉടമ്പടി. കർത്താവ് പറഞ്ഞു, നിന്റെ ആലയൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കാം. കാരണം നീ 1,20,000 ആട് കൊണ്ട് യാഗം കഴിച്ച 20,000 22,000 കാള, 1,20,000 ആട്, ഇത് എത്രയൊക്കെ കൊണ്ട് യാഗം കഴിച്ചതല്ലേ? അത് ഞാൻ ഇതിങ്ങ് എടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് 10 കൊല്ലത്തേക്കല്ല, എല്ലായ്പ്പോഴും ഇരിക്കാനാണ് എടുക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് ഇതിന്റെ എഗ്രിമെന്റ്. നീ ഇങ്ങനെ ചെയ്താൽ ഇസ്രായേൽ വാഴുവാൻ നിനക്കൊരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. നിന്നെ സ്ഥിരമായിട്ട് കസേര ഇരുത്തിക്കൊള്ളാന്നല്ല, നിന്റെ മക്കളിൽ തലമുറകളിൽ നിന്റെ ഈ കസേരയിൽ ഇരിക്കാൻ ഒരുത്തൻ ഇല്ല എന്നൊരു കണ്ടീഷൻ വരൂല. പക്ഷെ നീ ഇത് അനുസരിക്കണം. അവിടെയാണ് ഈ പ്രശ്നം. ഇതനുസരിച്ചാലേ നിന്റെ കസേരയിൽ ആളില്ലാതെ വരുന്ന ഒരു അന്തരീക്ഷം ഇല്ലാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് വായിക്കി എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് ഒരു നിയമം ചെയ്തതുപോലെ
ഞാൻ നിന്റെ രാജസ്ഥാനത്തെ സ്ഥിരമാക്കും. നിന്റെ രാജാസനം ഞാൻ സ്ഥിരമാക്കും. രാജാസനം ഞാൻ സ്ഥിരമാക്കും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദാവീദിനോട് കർത്താവ് പറഞ്ഞ വാക്ക് ശലോമോനോട് പറയുമ്പം കണ്ടീഷൻ മാറ്റിയാണ്. ദാവീദിനോട് കർത്താവ് പറയുമ്പം പറയുന്നത്, നിന്റെ ഈ കസേര ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവ് ഇഷ്ടം കൂടിയപ്പം കയറി അങ്ങ് ഇടിച്ച് പറഞ്ഞതാണ്. അപ്പം ഈ ഉടമ്പടിയിൽ ഈ ക്ലോസ് ഒന്നും വച്ചില്ല. ചില അപ്പന്മാർ മക്കൾക്ക് എഴുതി കൊടുക്കുമ്പം ക്ലോസ് വെക്കുകയല്ല. കാലാവസാനം എന്നൊരു വരി അതിനകത്ത് എഴുതി കയറ്റണം. എന്തിനാണ്? അത് പറഞ്ഞാൽ കയറണം അതിനിടയ്ക്ക്, അല്ലേ? അതിനൊരു അപകടമുണ്ട്. പെട്ടെന്ന് കാലം പോയി കളയും. വല്ലതൊക്കെ കലക്കി തരും, ബൂസ്റ്റോ വല്ലതൊക്കെ കലക്കി തട്ടി കളയും, അല്ലേ? 2, നമ്മുടെ കാലം വരെ കിടക്കാനുള്ളൊരു അധികാരം അതിനകത്ത് കിട്ടും. അപ്പം ദൈവം ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ സാധനം കയറ്റിയില്ല. ശലോമോനുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം അത് കയറ്റി. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ അപ്പനോട് നിയമം ചെയ്തതുപോലെ നിന്റെ രാജാസനം ഞാൻ സ്ഥിരമാക്കും. ശലോമോൻ തൊട്ട് സിംഹാസനം സ്ഥിരമല്ല കേട്ടോ. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുമ്പം ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരുത്തം വരുമെന്ന് പറയുന്നത്. കാരണം അതിന് ശേഷമുള്ളത് ഈ ഉടമ്പടി പോയി. അതിൻ്റെ മുമ്പിലത്തെ ഉടമ്പടിയിൽ നിന്ന് കർത്താവ് മാറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഇത് വരുമ്പോൾ പറയുന്നത്, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു പുത്തൻ വരും. അതാണ് അവൻ ദാവീദിൻ്റെ വേരും യഹൂദാഗോത്രത്തിൻ്റെ സിംഹവും എന്ന് പറയാൻ കാരണം. റൈറ്റ്, നമുക്ക് താഴെ വരാം. എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എന്റെ ചട്ടങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ, നല്ല ഡീസന്റ് ആണ്, ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്ത എന്റെ ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. നല്ല ക്ലീൻ ആയിട്ട് കർത്താവ് പറയാ. ഇപ്പൊ ഒരു സിംഹാസനത്തിൽ ദാവീദ് ഇരിക്കുകയാണ്, ദാവീദല്ല ശലോമോൻ ഇരിക്കുകയാണ്. ഒരു സിംഹാസനത്തിൽ ദൈവം ഇരിക്കുകയാണ്. ദൈവം പറയാം, ഞാൻ ഇവിടെ സ്ഥിരമായിട്ടിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും അതിനനുസരിച്ച് ക്ലിയറായിട്ട് നടന്നാൽ നിന്റെ സിംഹാസനത്തിൽ സ്ഥിരമായിട്ടിരിക്കാൻ ചെറുക്കയില്ല എന്നുള്ള ബുദ്ധിമുട്ട് കാണുകയല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അഭ്യാസം കാണിച്ചാൽ ഈ സിംഹാസനം എടുത്ത് തക്കുടക്കനെ മറിച്ചിടും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇതെല്ലാം ഇവിടെ പൊളിച്ചുറക്കി ദൂരെ കളയും. ഇതാണ് ഉടമ്പടി. അപ്പോൾ കോരകപുത്രന്മാർ പാടിയിരിക്കുന്നത് എന്താണ്? കർത്താവേ നീ വലിയവനാണ്. സംഭവമൊക്കെ ശരിയാണ്, കർത്താവിൻ്റെ വലിപ്പത്തിനൊരു കുറവൊന്നുമില്ല. ഈ ഉടമ്പടി നിന്ന് കർത്താവ് മാറില്ല, അവിടെ തന്നെ നിൽക്കും. അതിലൊരു കരുണ നമ്മൾ പ്രതീക്ഷിക്കരുത്, ദയ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഉടമ്പടിയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കിട്ടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉടമ്പടിയാണ്. അതിൽ നിന്ന് കർത്താവ് ഇടം വലം തിരിയില്ല. സ്വത്രം കേട്ടോളൂ, വായിക്ക്. എന്റെ നാമത്തിനായി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന എന്റെ ആലയത്തെയും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സകല ജാതികളുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലും പരിഹാസവും ആക്കി തീർക്കും. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെപ്പറ്റി സ്തംഭിച്ച് യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തുവാൻ സംഗതി എന്ത് എന്ന് ചോദിക്കും. നാട്ടുകാരെല്ലാവരും ചോദിക്കും, ഇതെന്താ ഇങ്ങനെ പറ്റിപ്പോയത് ഇസ്രായേലിന്? അപ്പോൾ മനോഹരമായ ദൈവാലയം, അതിൽ 1,22,000 ആടിനെ അറുത്തു എന്ന് പറഞ്ഞാൽ, 20,000 ആടിനെ അറുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ വലിപ്പം എത്ര വലുത്? അതിൽ യാഗം കഴിക്കാൻ ഇത്രയും പൈസ ചിലവാക്കിയെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വലിപ്പം എത്ര എമൗണ്ട് ആയിരിക്കും എന്നല്ല ചോദിക്കുക. ആ വലിയ ദൈവാലയത്തെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, അഭ്യാസം കാണിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇത് എത്ര ഉന്നതമായാലും പൊളിച്ചത് ദൂരെ കളയും. ഞാൻ ഇന്ന് ഇസ്രായേൽ ആലയം ഇല്ല, പൊളിച്ച് ദൂരെ കളഞ്ഞു. അതാ കോരകപുത്രന്മാർ പാടുമ്പോൾ പറയാം, നിന്റെ നീതിയെ ഞങ്ങൾക്ക് വർണ്ണിക്കണം. ദൈവത്തിൻ്റെ നീതി ഇതാ. ഇത് ഇടം വലം തിരിയുന്നവനല്ല ദൈവത്തിൻ്റെ നീതി. ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്യുന്നയാളാണ് ദൈവം. ഇപ്പം ആൾക്കാർ ഇപ്പോൾ ദൈവമില്ലാത്തവർ നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്ന കാര്യം, നിങ്ങളുടെ ദൈവം എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ദൈവം എല്ലാം എഴുതി പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്? ചുമ്മാ ദൈവം ചെയ്തോവല്ലോ. എല്ലാം കൃത്യമായിട്ട് എഴുതി സൈൻ ചെയ്ത് തന്നിട്ടല്ലേ ദൈവം ചെയ്തത്. അതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പറ. പക്ഷെ അവർ നോക്കുമ്പോഴേ ആലയം പൊളിച്ചു കളഞ്ഞത് ഇതെന്ത് ദൈവമാണ് അതവർക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. കർത്താവ് ഒരിക്കലും നീതി വിട്ട് മാറില്ല. ദൈവം ഭയങ്കര സ്നേഹവാനാണ്, പക്ഷെ നീതി വിട്ട് മാറില്ല. അതാ കർത്താവിൻ്റെ ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്, പാപം ചെയ്തു പോയ നമ്മളെ രക്ഷിക്കാൻ തൻ്റെ ഏകജാതനെ യാഗമാക്കാൻ കാണിച്ച മനസ്സാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നീതിയാണ്. അതിനപ്പുറം ഒന്ന് കർത്താവിന് ഇനി ചെലവാക്കാനില്ല. തനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള തൻ്റെ ഏകജാതനെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഏൽപ്പിച്ച് തന്നത് ഏറ്റവും വലിയ നീതി. അതിൽ കൂടിയതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്.
മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 48-ാം സങ്കീർത്തനം ഒടുവിലത്തെ വാക്യം, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. എന്നേക്കും നമ്മുടെ ദൈവം. പക്ഷെ ആ എഗ്രിമെന്റിനും ഇസ്രായേലിന് പിന്നീട് മാറ്റം വരുത്തേണ്ടതായി വന്നു. അടുത്ത് പറഞ്ഞ എന്താണ്? ജീവപര്യന്തം വഴി നടത്തും. അവൻ നമ്മെ ജീവപര്യന്തം വഴി. ആ ബോധം നമുക്ക് വേണം. 25-5 ഒന്ന് വായിച്ചു നോക്കിയേ. 25-5 രണ്ട് വാക്യം പെട്ടെന്ന് അങ്ങ് വായിക്കും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുമോ? നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പഠിക്കുമോ? നമ്മൾ പഠിക്കത്തില്ല. നമ്മൾ തിരക്കുള്ളവരാണ്. സ്വതന്ത്രം. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണം. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. വായിക്കേ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അല്ലേ? എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു. ഒരു വാക്യം കൊണ്ടൊന്ന് വായിക്കുക. 73-ാം സങ്കീർത്തനം 24 എന്ന് വായിച്ചേ. നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. ദൈവത്തിന്റെ ആലോചനയാൽ ദൈവം എന്നെ വഴി നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഈ ബോധം നമുക്ക് വേണം. പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളാനുള്ളതാണ്. ഈ ദൈവം എന്നേക്കും എൻ്റെ ദൈവമെങ്കിൽ അവൻ്റെ കൽപ്പനകളെ എപ്പോഴും അനുസരിക്കാൻ തയ്യാറാകണം. ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അവൻ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഈ ബോധം നമുക്കുണ്ടെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ. നമ്മൾ ഭൂമിയിലെ കാര്യങ്ങളിലാണ് മഹത്വം എന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ വിജയിക്കില്ല. ദൈവം എന്നെ നടത്തുന്നത് മഹത്വത്തിലേക്കാണെന്ന ബോധം നമുക്ക് വേണം. ഇത് നമ്മളങ്ങനെയല്ല. ദൈവം പറയുന്ന വഴി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് എത്താത്ത വഴിയാണ് ദൈവം പറയുന്ന പലതും. അതാ വചനം പറയുന്ന ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളും തമ്മിൽ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ഉയർന്നിരിക്കുന്ന പറഞ്ഞേ. അപ്പം ദൈവം പറയുന്ന ഐഡിയ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെ ചെന്ന് എത്തുന്നതായിട്ട് നമുക്ക് തോന്നൂല പലപ്പോഴും. അതുകൊണ്ട് നമ്മൾ ആ ഐഡിയ മാറ്റി വെച്ചിട്ട് പുതിയ ഐഡിയ നമ്മൾ ഇറക്കും. എന്നിട്ട് നമ്മൾ പരാജയപ്പെടും. ദൈവം മോശയോട് പറയാ, പാറയോട് കൽപ്പിക്കാൻ. ബോധമുള്ളവരുത്തം ചെയ്യോ? ബോധമുള്ളവരുത്തം പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞാൽ കൽപ്പിക്കൂ? ചെയ്യല. ചെങ്കടലിനോട് കൽപ്പിക്കാൻ പറഞ്ഞാൽ ബോധമുള്ള ഒരാൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ പോലെ ബോധമുള്ള ഒരാളാണെങ്കിൽ മെനക്കെട്ടിന് പോവില്ല. 6 ലക്ഷം പേരെ ചെങ്കടൽ ക്രോസ് ചെയ്യിപ്പിക്കാൻ ഒരു ഐഡിയ നമ്മളത് ഏൽപ്പിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ പാലം പണിയാനുള്ളൊരു ക്രമീകരണം ചെയ്യും. ഇല്ല, പാലാരിവട്ടം പാലം പോലെ ഒരു പാലം പണിയാനുള്ള ആദ്യം മന്ത്രിയെ പോയി കണ്ട് ഇങ്ങനെയാണ് സംഭവം, നമുക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം കൂടെ തീരുമാനമായിട്ട് വരുമ്പം യവന്മാർ ഇവിടെ ഈജിപ്തിൽ കിടന്ന് ചാവും. നമ്മൾ ആരും കണ്ണടച്ചിറങ്ങിത്തിരിക്കില്ല. മുമ്പിൽ ചെങ്കടലാണെന്ന് അറിയാമെന്നുള്ള ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കില്ല. കണ്ടോ? അവിടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവൻ നമ്മെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവം നടത്തുന്ന വഴികളിലെ പലപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ കഴിയില്ല. 5-6 ദിവസം കഴിഞ്ഞിട്ടേ മനസ്സിലാവൂ. അതുകൊണ്ട് അതിനായി നമ്മൾ കാത്തിരിക്കണം. അത് വൈകിയാലും വരും. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാതെ അതിനായി തന്നെ കാത്തിരിക്കണം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങോട്ടെങ്കിലും നീങ്ങിയാൽ അവസാനം മഹത്വത്തിൽ ചെന്നെത്തില്ല എന്ന കാര്യം മാത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്.